നമ്മൾ ഇന്നലെയും കേട്ടില്ലേ, കൂട്ടമായിട്ട് ഒരു പെൺകുട്ടിയെ ഉപദ്രവിച്ച വാർത്ത, പീഡനത്തിനിരയാക്കിയ വാർത്ത. കഴിഞ്ഞ കാലത്ത് ഇതിനേക്കാളും സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെ ആക്രമണങ്ങൾ കൂടി വരികയാണല്ലോ. എന്താണ് അതിന് കാരണം? ഇതൊരു നിത്യത്തൊഴിൽ അഭ്യാസമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുക. ഇപ്പം നമുക്കിതിലൊരു പുതുമ സാധാരണ തോന്നാറില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചു. ഇപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ പീഡനത്തിന് വളരെ കാലമായിട്ട് ഇരയാകുന്നുണ്ട്. കാരണം എന്താണ് എന്ന് നാം ഒന്ന് ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു. കാരണം ഒന്നേ ഉള്ളൂ, നമ്മുടെ ജീവിത രീതിയിൽ വന്ന മാറ്റമാണ്. വയറ് നിറച്ച ആഹാരം കഴിച്ച് കൊഴുപ്പ് പുറത്തു പോകാതെ വിയർക്കാതെ ഇരുന്ന് സുഖകരമായ ലോകത്താണ് ഇന്ന് മനുഷ്യർ. ഇന്ന് എത്ര പേർ നന്നായി അധ്വാനിക്കുന്നവരുണ്ട്. വിളിച്ചു പറഞ്ഞാൽ വീട്ടിൽ വരും ആഹാരം. ഇതൊക്കെ വല്ലപ്പോഴുമൊക്കെ ആകാം, പക്ഷേ എന്നും ആകരുത്. പുറത്തുനിന്ന് ആഹാരവും കഴിച്ച് ഫോണിൽ അശ്ലീല ചിത്രങ്ങൾ ലൈവായി കണ്ട് കുത്തിയിരിക്കുമ്പോൾ വഴിയെ മുന്നിൽ കൂടെ കടന്നു പോകുന്നത് കുഞ്ഞാണോ, പട്ടിയാണോ, വയസ്സായ സ്ത്രീയാണോ, അമ്മയാണോ, പെങ്ങളാണോ, അതോ സ്വന്തം മോളാണോ എന്നൊന്നും ആരും നോക്കുകയില്ല. പൊതുനിരത്തുകളിലൂടെ പോകുമ്പോഴൊന്നും ശ്രദ്ധിച്ചു നോക്കൂ. ഇലക്ട്രിക് പോസ്റ്റിൽ ചാരിയും വണ്ടിക്കകത്തിരുന്നും വണ്ടിയെ ചാരി നിന്നും നടന്നുകൊണ്ടും സ്ഥലകാല ബോധമില്ലാതെ ഫോണിലാണ്. ഇന്നത്തെ 8 തൊട്ട് 80 വയസ്സുള്ളവർ വരെ. മനുഷ്യനെ ഏറ്റവും പെട്ടെന്ന് ആകർഷിക്കുന്ന കാര്യങ്ങൾ അശ്ലീല ചിത്രങ്ങൾ, പ്രേതകഥകൾ, മോഷണം, വ്യഭിചാരം, മദ്യപാനം, മയക്കുമരുന്ന് ഇവയൊക്കെയാണ്. ഒരിക്കൽ ചെയ്യുകയോ കാണുകയോ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നീട് ഞാൻ ഇനി ഒരിക്കലും അത് ചെയ്യില്ല എന്ന് ഉറപ്പിക്കും. പക്ഷേ അതൊരു തുടക്കമാണെന്ന് മാത്രം. എല്ലാ തെറ്റുകളും അങ്ങനെയാണ്. ആദ്യം തന്നെ ഇത്തരം അശ്ലീല ചിത്രങ്ങളുടെ നിർമ്മാണവും വിതരണവും നിർത്തലാക്കണം. സദാചാര മൂല്യങ്ങളില്ലാത്തതൊന്നും ഒരു മാധ്യമങ്ങളിലൂടെയും കാണിക്കുവാൻ അനുവദിക്കരുത്. അത് ശിക്ഷാർഹമാണെന്ന് ഒരു നിയമം വന്നാൽ പകുതി പീഡനങ്ങൾ കുറയും. ഇത്തരം ചിത്രങ്ങൾ കാണുമ്പോൾ രക്തം തിളച്ചു മറിയുന്നു. വികാരത്തെ ഒതുക്കാൻ വിചാരങ്ങൾ ഇല്ലാതാകുന്നു. പിന്നെ പ്രായം നോക്കാതെ, മൂല്യങ്ങൾ നോക്കാതെ ആരെയും ഉപദ്രവിക്കുന്നു. ഫോണിൽ ലൈവായി ഇതൊരു തൊഴിലായി കാണുന്നവരുണ്ട്. കൊച്ചുകുട്ടികൾ മുതൽ ഫോൺ കൈകാര്യം ചെയ്യുന്ന ഇക്കാലത്ത് ഇത്തരം വൃത്തികേടുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം. എങ്കിൽ ഒരു പരിധിവരെ ഇത്തരം കുറ്റകൃത്യങ്ങൾ ഇല്ലാതാക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു വിഭാഗം സ്ത്രീകൾ തന്നെയാണ്. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 4 മണി വരെ കഷ്ടിച്ച 50% ആത്മാർത്ഥതയോടെ അധ്വാനിച്ച് ജീവിക്കുന്നതിന് പകരം ഇത്തരം സദാചാര മൂല്യങ്ങളില്ലാത്ത പ്രവൃത്തികളിൽ ഏർപ്പെടുന്ന കുറേയേറെ സ്ത്രീകളുണ്ട്. അവർക്ക് മേലനങ്ങാതെ കാശുണ്ടാക്കാൻ വേണ്ടി അവർ തുനിഞ്ഞിറങ്ങി ഫോണിലും